സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ നിന്നുള്ള വിശേഷങ്ങളും വാർത്തകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരനോട്ടത്തിലേക്ക് സ്വാഗതം. കലോത്സവം 6ാം ദിവസം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. മത്സരങ്ങൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടും പാലക്കാടും തമ്മിൽ വാശിയേറിയ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കലോത്സവത്തിന്റെ 6ാം ദിവസം നിറഞ്ഞ സദസ്സിനു മുന്നിലായിരുന്നു മത്സരങ്ങൾ ഏറെയും നടന്നത്. 12 വേദികളിലായിട്ടായിരുന്നു മത്സരങ്ങൾ പുരോഗമിച്ചത്. കലോത്സവം അവസാന ദിവസത്തേക്ക് അടുക്കുന്തോറും വേദികളിലേക്ക് കാണികൾ പ്രവഹിക്കുകയാണ്. 3ാം വേദിയിൽ നടന്ന മാർഗംകളി മത്സരം കാണാനായിരുന്നു ഏറെ തിരക്ക്. ചുവടുകൾ ചടുലമാവുന്തോറും സദസ്സും ആവേശത്തിലായി. വേദി 10-ൽ നടന്ന കൂടിയാട്ട മത്സരത്തിന്റെ മുദ്രകൾ അറിയാതെ പോയത് ആസ്വാദനക്ഷമതയെ കാര്യമായി ബാധിച്ചു. ഒഴിഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു കുട്ടികളുടെ പ്രകടനം. 8ാം വേദിയിൽ നടന്ന യക്ഷഗാന മത്സരത്തിന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. മുഖ്യവേദിയിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സംഘനൃത്തവും ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കേരള നടനവും നല്ല കയ്യടി നേടി. ടീം മീഡിയ 1 പാലക്കാട്. പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിന് പറയാനുള്ളത് വിജയഗാഥയാണ്. ഒപ്പം ഇതിനായി കഠിനയത്നം ചെയ്യുന്ന സദനം ഭരതരാജൻ മാഷിയെക്കുറിച്ചു. വാദ്യകലാരൂപങ്ങളിലെ മത്സരാർത്ഥിയായാണ് ഭരതരാജൻ മാഷ് ആദ്യമായി കലോത്സവ നഗരിയിലെത്തുന്നത്. അന്നു നേടിയ വിജയം ഇന്നും ആവർത്തിക്കുകയാണ് സദനം ഭരതരാജൻ മാഷ് തന്റെ ശിഷ്യരിലൂടെ. തൊണ്ണൂറുകളിൽ മദ്ദളം അഭ്യസിച്ചു തുടങ്ങിയ മാഷ് ഇന്ന് തന്നെ അഭ്യസിപ്പിച്ചവരുടെ മക്കൾക്കും ഗുരുവാണ്. 38ാം വർഷമാണ് പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ മദ്ദളം, പഞ്ചവാദ്യം തുടങ്ങിയ വാദ്യകലാരൂപങ്ങളിൽ മത്സരിക്കുന്നത്. ഇതിൽ 35 തവണയും വിജയികളായി. മത്സരാർത്ഥി എന്ന നിലയിലും ഗുരുവെന്ന നിലയിലുമുള്ള തന്റെ ഓർമ്മകൾ സദനം ഭരതരാജൻ മാഷ് പങ്കുവയ്ക്കുന്നു. ഞാൻ 93, 94 2 വർഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ 9ലും 10ലും പഠിക്കുമ്പോഴാണ്. ഒരു പ്രാവശ്യം കലോത്സവം തൃശ്ശൂരായിരുന്നു, പിന്നെ കോഴിക്കോടായിരുന്നു. രണ്ടിലും പങ്കെടുത്തു. ആ 1ാം സ്ഥാനക്കാരിൽ ഒരാളാവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അവിടെ 5ാം ക്ലാസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് 4 മണിക്ക് ശേഷമാണ് പ്രാക്ടീസ് ഉണ്ടാവുക. പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ. അപ്പോൾ കുട്ടികളെ ഒരുമിച്ച് ഓരോ ഐറ്റത്തിലേക്ക് ചേർത്തും. അവർ താല്പര്യമുള്ളവർ വന്ന് ചേരും. അതിലിപ്പോൾ ഒരു ബാച്ചിൽ ചിലപ്പോൾ ഈ 10-25 കുട്ടികൾ 30 കുട്ടികളൊക്കെ ഉണ്ടാവും. അവരെ കൊട്ടിച്ച് കുറച്ച് പുരോഗമനം വരുമ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യും 4-5 ആളെ. ഗുരുവിനെ കുറിച്ച് ശിഷ്യർക്കും പറയാൻ നല്ലതു മാത്രം. ഞാനിപ്പോൾ 2ാമത്തെ വർഷമാണ് പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ കൊല്ലം 3rd ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മാഷിൻ്റെ ശിഷ്യനായപ്പോൾ എനിക്ക് ഇങ്ങനെ വരാൻ പറ്റിയത്. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറമാൻ വിബിക്കൊപ്പം ഹുസ്ന റമീസ്, ടീം മീഡിയ 1. ഗ്രൂപ്പ് സോങ് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ പാലക്കാട് ഭാരതമാതാ സ്കൂളിലെ കൃഷ്ണപ്രസാദ് ആൻഡ് ടീം നമുക്ക് വേണ്ടി മീഡിയ 1 പ്രേക്ഷകർക്ക് വേണ്ടി ആ മത്സര ഇനം ഒരിക്കൽ കൂടി ഇവിടെ അവതരിപ്പിക്കുന്നു. സംഭോ മനാസി ജനതാ ഓം സംഗച്ഛത്വം സംവദത്വം സംഭോ മനാസി ജനതാ രമ്യം മധുരതര സൗമ്യം അരുണവദനം തനനം 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 ദിവ്യം തരള സുഖമയം ഉദയകിരണം തനനം 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 രമ്യം മധുരതര സൗമ്യം അരുണവദനം തനനം 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 ദിവ്യം തരള സുഖമയം ഉദയകിരണം തനനം 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 ഉണരുവാൻ കാലമായി പാടുവാൻ നേരമായി ഉദയ ദിവാകര കനകരഥം വരവായി രമ്യം മധുരതര സൗമ്യം അരുണവദനം തനനം 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 ദിവ്യം തരള സുഖമയം ഉദയകിരണം സരിഗമ പധനി സാരി ഗമ പധനി സാരി നീധ ഗമ ഗമ പനീധ ഗരിഗസ ഗമ പധനി ഗരിഗസ
ദിവ്യപ്രകാശം ചൊരിയും സൂര്യാംശം കുങ്കുമം ചാർത്തും ശ്രീകോവിൽ ദിവ്യപ്രകാശം ചൊരിയുന്നു കുങ്കുമം ചാർത്തും അഷ്ടപദി ഗാനസാന്ദ്രമായി ചുറ്റും വലം അഷ്ടദിക്കുകൾ പാടി ഓംകാരം. പുതുമകളൊന്നും കണ്ടില്ലെങ്കിലും കലോത്സവ വേദിയിലെ ജനപ്രിയ ഇനമായിരുന്നു മാർഗം കളി. പരമ്പരാഗതമായ വസ്ത്രരീതിയും അവതരണവുമാണ് മാർഗം കളിയെ വേറിട്ടതാക്കുന്നത്. പരമ്പരാഗതമായ തനിമ നിലനിർത്തിയുള്ള ചട്ടയും മുണ്ടും, കല്ലുകൾ പതിച്ച കമ്മൽ, മേക്കാത്, കാശിമാല, കൈവെള്ളയിൽ 6 കാലിൽ 12 മൈലാഞ്ചി കുത്തുകൾ, 18-നും 24-നും ഞൂറി. ഇതാണ് മാർഗംകളിയുടെ വേഷം. ഈ വസ്ത്രരീതിക്കൊപ്പം ശരീരചലനം, ചുവട്, മുഖഭാവങ്ങൾ എന്നിവ കൂടി എത്തുന്നതോടെ മാർഗം കളിക്ക് പ്രിയമേറുന്നു. മാർഗം കളിക്കായിട്ട് മെയിനായിട്ട് വേണ്ടത് താളം ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചിരിച്ച് തലകുലുക്കി കളിക്കണം. പിന്നെ മാക്സിമം ഇളകി കളിക്കണം, എനർജി വേണം, നന്നായിട്ട് ചവിട്ടി കളിക്കണം, ഉറക്കെ ചൊല്ല് പറയണം. തോമസ് ലീഹയുടെ കഥകളാണ് മാർഗം കളിയിലൂടെ കാണികൾക്ക് മുന്നിലെത്തുന്നത്. പരമ്പരാഗതമായ നിയമമനുസരിച്ചാണ് മാർഗം കളി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ടീം മീഡിയ 1 പാലക്കാട്. പോലീസ് ഓഫീസറുടെ തീവ്രവാദ ആരോപണത്തിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ല മലപ്പുറം ജില്ലയിലെ ചെറുകുളമ്പ് KT ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പാലക്കാട് നടക്കുന്ന സ്കൂൾ കലോത്സവത്തിലെ നാടക മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികളെയാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പരസ്യമായി തീവ്രവാദികൾ എന്ന് ആരോപിച്ചത്. യാതൊരു കാരണവും കൂടാതെയാണ് ഇത്തരം ആരോപണമെന്ന് മലപ്പുറം സ്കൂളിലെ കുട്ടികൾ മീഡിയ 1 പറഞ്ഞു. ഈ കുട്ടികൾക്കറിയില്ല പോലീസ് എന്തിനാണ് തങ്ങളെ ഇങ്ങനെ അധിക്ഷേപിച്ചതെന്ന്. ഗ്രൂപ്പിലെ പ്രധാന അഭിനേതാവിനെ പെട്ടെന്നുണ്ടായ ക്ഷീണം കാരണം തങ്ങളുടെ അവസരം അല്പം വൈകിപ്പിക്കണമെന്ന ന്യായമായ ആവശ്യമാണ് ഇവർ സംഘാടകർക്ക് മുന്നിൽ വെച്ചത്. ഇക്കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് ഡിവൈഎസ്പി കുട്ടികൾക്ക് നേരെ ചീറിയെടുത്തത്. മലപ്പുറത്ത് നിന്നെത്തിയ തീവ്രവാദികളാണോ എന്ന് ചോദിച്ചായിരുന്നു ശകാരവർഷം. ഞങ്ങൾക്ക് അത്രയ്ക്കും വേദന ഉണ്ട്. ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് വന്ന തീവ്രവാദികളാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ അത്രയും വേദന ഉണ്ട്. ഈ കണ്ട കുട്ടികളെയാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ കളിക്കാൻ ഒരു അവസരം ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടികൾക്ക് നേരെ ഇങ്ങനെ പ്രതികരിച്ചത്. പേടിച്ചരണ്ടുപോയ കുട്ടികൾ തങ്ങളുടെ സെറ്റെടുത്ത് തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ പോലീസ് ഓഫീസർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു അത്രേ. ഞങ്ങൾ പുറത്ത് നിൽക്കുന്ന ടൈമിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സെറ്റ് എടുക്കാൻ പോയിക്കോട്ടെ വെച്ചപ്പോൾ അവർ പറഞ്ഞു തീവ്രവാദികളല്ലാത്ത 2 പേര് ചെന്നിട്ട് സെറ്റ് എടുത്താൽ മതി, അല്ലാത്തവർ പുറത്ത് നിൽക്കാറിട്ട് ഞങ്ങളുടെ ഇതാക്കിയായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയിട്ടും കുട്ടികളിൽ പലർക്കും ഭീതി മാറിയിട്ടില്ല. തങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ കൊച്ചുമിടുക്കന്മാരുടെ മുഖത്തു നോക്കിയാണ് ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ തീവ്രവാദികളാണെന്ന്. എന്നാൽ എന്താണ് തീവ്രവാദം, എന്താണ് ഭീകരവാദം എന്ന് ഇവർക്കറിയില്ല. മലപ്പുറം ജില്ലയിലെ ചെറുകുളമ്പ് IKT ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ CR രജിത്തിനൊപ്പം ജലീൽ പടന്ന മീഡിയ 1. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പെൺകുട്ടികളുടെ മിമിക്രി മത്സരം ഇത്തവണ പുതുമകളൊന്നുമില്ലാത്തതായിരുന്നു. ഇത് കാണികളെ ഏറെ നിരാശപ്പെടുത്തി. എന്റെ കൊച്ചെ ഓടല്ലേ, അല്ലെങ്കിൽ ഇവിടെ വില്ലന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഷീലയും മധുവും ഭീമൻ രഘുവും കാലങ്ങളായി മിമിക്രി വേദിയിൽ കേൾക്കുന്ന പതിവ് ശബ്ദങ്ങൾ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു. എന്റെ മാത്തുക്കുട്ടി ചയ്യൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ഇതൊന്നിനും സമ്മതിക്കത്തില്ലായിരുന്നു. ആകെ മത്സരിച്ച 17 പേരിൽ അല്പമെങ്കിലും മികവ് പുലർത്തിയത് 3 പേരാണ്. പാലക്കാട് ഗുരുകുലം സ്കൂളിലെ ആൻസിലിൻ A ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. എന്താന്നാട്ടാ ഈ കലോത്സവം കാണാൻ വന്നപ്പോഴേ ഈ പാലക്കാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു ജാതി കാറ്റിലേന്ന് ആ പൊടിക്കാറ്റ്. അപ്പോ അത് അവളുടെ തട്ടത്തിന് മൂടിയിലേക്ക് ഇങ്ങനെ പുസ്കനെ വീണോന്ന്. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ AS അഖിലയും പൈങ്ങോട്ടൂർ സ്കൂളിലെ ഐറിസ് അബ്രഹാമും A ഗ്രേഡോടെ 2ാം സ്ഥാനം പങ്കിട്ടു. നീലേശ്വരത്തെ കുട്ടിയാണ് കാവ്യക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയിനി തന്നെ അതെല്ലാം നീലേശ്വരത്താരുടെ മാത്രം കരുണയും കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും കൈയിടിയും കൊണ്ടും വന്ന് മീഡിയ 1 എന്ന ചാനലിൻ്റെ മുമ്പിൽ വെച്ചും പറയണതിന് എനിക്കൊരു സംശയമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നന്ദി. എന്നാൽ സമ്മാനം നേടിയെങ്കിലും
മിമിക്രി പ്രൊഫഷനായി എടുക്കാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല. പ്രൊഫഷനാക്കാൻ എനിക്കും ഒരു താല്പര്യമില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇത് നിർത്താനും താല്പര്യമില്ല. അപ്പോൾ ആരെങ്കിലും ഇനിയും ചോദിക്കുകയാണെങ്കിലും എൻ്റെ കയ്യിലുള്ള ഒരു കലയാണ്, ദൈവം തന്നേക്കണതാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സുനിൽ ഐസക്, ടീം മീഡിയ 1 പാലക്കാട്. മോണോ ആക്ട് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഷ്ണുവർദ്ധൻ ഒരിക്കൽ കൂടി ആ മോണോ ആക്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ നമുക്കായി അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. നമസ്കാരം. ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇത് കേരളം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. വേണ്ട വേണ്ട വേണ്ട. രക്തം ചിതറിയ ചുമരുകൾ കാടാം. സുരേഷേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നമ്മുടെ പാർട്ടിക്ക് തലവേദനയാ, തീർത്തേക്ക്. മാതൃവിലാപത്താരാട്ടിൽ. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഡോ, ഇതിലേതാടോ അമ്മ? ഓ, അതാണല്ലേ. അമ്മ വിഷമിക്കരുത്. അമ്മയുടെ മോൻ ഒരു മഹാനായിരുന്നു. ഞങ്ങളുടെ രക്തസാക്ഷിക്ക് വേണ്ടി ഞങ്ങളൊരു സ്മാരകം തന്നെ പണിയും. ആർക്ക് വേണപ്പെടാ നിന്റെയൊക്കെ സ്മാരകം? എന്റെ മോനെ കൊണ്ടുപോയി കൊല്ലിച്ചിട്ട് ഇറങ്ങി പോകിയടാ നായ്ക്കളെ. പീട്ടിയുടെ വീട്ടിലുള്ള സംരക്ഷണം തകരാറിലായിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. മദ്യവിൽപ്പനയിൽ കേരളം 1ാമത്. പറയൂ ശശി, താങ്കൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? വിനോജ്, ഞാനിപ്പോൾ പാലക്കാട് നഗരിയിലുണ്ട്. ഒരു നിമിഷം വിനോജ്, ഞാൻ ഇപ്പോൾ പ്രതികരിക്കാം. ഏട്ടാ, എന്താണ് ഈ കാണിക്കുന്നത്? പട്ടാപ്പകല് ഒരു സ്ത്രീയെ പീഡിപ്പിക്കണ. സ്ത്രീയെ പീഡിപ്പിക്കാൻ പറ്റൂ? നിന്നെ ചോദിക്കാൻ. ഞാനൊന്ന് പറയട്ടെന്ന്. ഞാൻ ഈ ചാനലിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ ക്യാമറയ്ക്കൊന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഏട്ടൻ്റെ അടുത്ത് പീഡിപ്പിക്കാൻ പറയാ. അപ്പോൾ ഏട്ടൻ എങ്ങോട്ട് പീഡിപ്പിച്ച് തുടങ്ങിക്കോളേ. വെക്കണോ? ആക്ഷൻ. നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നതായ ലൈവ് ഷോയാണ്. വളരെ ആക്രമസക്തനായി മാറിയിരിക്കുകയാണ് ആ യുവാവ്. ആവേശം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. പീഡനം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ക്യാമറാമാൻ ബിജോടൊപ്പം ശശി. മാധ്യമ തെണ്ടികൾ, തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം. ചെല്ലോ അഴകാന കുളന്ത, അഴകാന കൺകൾ. ഇവിടെ ഒഴകണ്ടാ കാസ് കിടക്കാതെ. ഡേ മുത്തോ, പുഴയെ തോക്കിയിട്ട് പോയ 2 കണി എടുത്തിട്ടാ ശരിങ്ങണ്ട. അയ്യാ അയ്യാ, കണ്ണിത്രയാതയ്യാ. അയ്യാ, ഏതാത് കൊടുങ്കയ്യാ. അയ്യാ, പശിക്കതയ്യാ. അയ്യാ വേണയാ. അയ്യാ 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 അയ്യാ. കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. തിണ്ണയിൽ 50 കാശിൻ പെൻഷൻ, തെണ്ടിയൊരായിരം ആളെ കാടാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ ആസ്വദിക്കാൻ നടനായ മുകേഷും ഭാര്യ മേതിൽ ദേവികയും എത്തി. ഏറെ നേരം യക്ഷഗാന മത്സരം കണ്ട ശേഷമാണ് ഇരുവരും മടങ്ങിയത്. 54ാമത് സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്കായുള്ള ട്രോഫികൾ എത്തിക്കഴിഞ്ഞു. 232 ഇനങ്ങൾക്കുള്ള എവറോളിംഗ് ട്രോഫിയും കൂടാതെ കൂടുതൽ പോയിന്റ് നേടുന്നവർക്കുള്ള മെമന്റോകളും എത്തിയിട്ടുണ്ട്. $117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് ഇത്തവണ ഏത് ജില്ലയിലേക്കാവും എന്നത് ഇപ്പോഴും പ്രവചനാതീതമാണ്. ട്രഷറിയിൽ വിശ്രമിക്കുന്ന സ്വർണ്ണക്കപ്പ് നാളെ വൈകിട്ടോടെ മാത്രമേ ഇവിടെ നിന്ന് എടുക്കൂ. എന്നാൽ സ്വർണ്ണക്കപ്പിന്റെ ഡമ്മിയടക്കം ട്രോഫികളെല്ലാം തയ്യാറായി കഴിഞ്ഞു. അറ്റകുറ്റപ്പണികൾക്കും ഇലക്ട്രോപ്ലേറ്റിംഗിനും ശേഷം പുത്തനായി എത്തിയ ട്രോഫികൾ മോയിൻ സ്കൂളിലാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ എവറോളിംഗ് ട്രോഫികൾ തിരിച്ചെത്തിക്കാൻ വൈകിച്ചത് സംഘാടക സമിതിയെ ഒട്ടൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത്. ഏകദേശം 253 ട്രോഫികളാണ് ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. അതിൽ 14 ചാമ്പ്യൻ ട്രോഫികൾ സമാപന സമ്മേളനത്തിൽ മെയിൻ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. മറ്റ് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ട്രോഫി കമ്മിറ്റി ഓഫീസിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. വ്യക്തിഗത ട്രോഫികൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂൾ, സംസ്കൃതം അറബി കലോത്സവത്തിലെ മികച്ച ജില്ല, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രത്യേകം മുന്നിട്ട് നിൽക്കുന്ന ജില്ല, മികച്ച നടൻ നടി തുടങ്ങി നിരവധി ട്രോഫികൾ വേറെയുമുണ്ട്. നാടക മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തുന്നവർക്കുള്ള 40 കിലോ തൂക്കവും 45 ഇഞ്ച് പൊക്കവുമുള്ള നടരാജ വിഗ്രഹമാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. ടീം മീഡിയ 1 പാലക്കാട്.
ഇത്തവണത്തെ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരം ഒട്ടും നിലവാരം പുലർത്തിയില്ല. പരമ്പരാഗത രീതിയിലുള്ള മത്സരങ്ങളായിരുന്നു ഏറെയും. കലോത്സവ വേദിയിലെ ജനപ്രിയ ഇനമാണ് മോണോ ആക്ട്. എന്നാൽ ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിന് പുതുമയുണ്ടായില്ല. പല കുട്ടികളും CD മാഷ് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. CD കണ്ട് പഠിച്ചും ഒരു ഡെപ്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആനുകാലിക സംഭവ വികാസങ്ങളെ വരെ വിഷയമാക്കി മോണോ ആക്ട് വേദി സമ്പന്നമായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിർന്നില്ല. മിക്ക കുട്ടികളും CD കണ്ട് പഠിക്കുകയോ അല്ലെങ്കിൽ പണ്ട് എഴുതി വെച്ച സ്ക്രിപ്റ്റ് അതേപടി തുടരുകയോ ചെയ്യുന്നു. പുതിയ സ്ക്രിപ്റ്റുകൾ വന്നാൽ മോണോ ആക്ട് മികച്ചതാവുമെന്ന് ഈ മേഖലയിൽ നിന്നുള്ളവർ പറയുന്നു. സാജിദ് അജ്മൽ, ടീം മീഡിയ 1, പാലക്കാട്. സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുത്ത കോഴിക്കോട് BMGHSSലെ വിദ്യാർത്ഥിനികൾ നമുക്കായി ആ മത്സര ഇനം ഒരിക്കൽ കൂടി ഇവിടെ അവതരിപ്പിക്കുന്നു. ചെമ്പൽ കാടുകളിൽ ചന്ദ്രിക വിരിയുമ്പോൾ പൂലൻ ദേവിക്ക് പൂജ. ജയ് മാതാ ജയ് പൂലൻ മാതാ ജയ് ജയ് മാതാ വനദുർഗ. ജയ് മാതാ ജയ് പൂലൻ മാതാ ജയ് ജയ് മാതാ വനദുർഗ. പെണ്ണിൻ കരുത്ത് കളിയല്ലെന്നോതിയ പൂരൻ ദേവിതൻ ചരിതം പാടാൻ ചെമ്പൽ കാടിറങ്ങി വന്നവർ ഞങ്ങൾ, മണ്ണിന്റെ മണമുള്ള ആദിമ മക്കൾ. കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ ക്യാമറാമാൻ PL മനോജ് പകർത്തിയ ദൃശ്യങ്ങളോടെ തിരനോട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.